ദേവന്റെ ആണ്ട് കഴിഞ്ഞതുകൊണ്ട് സിദ്ധുവിൻ്റെയും രമ്യയുടെയും വിവാഹത്തിൻ്റെ ഡേറ്റ് ഏകദേശം എടുത്തു വെച്ചു. തുലാം 16-ന്. ദേവിക്കത് കേട്ടപ്പോൾ സന്തോഷമായി. കുടുംബത്തിലെ രണ്ടാമത്തെ കല്യാണം. സിദ്ധുവേട്ടൻ്റെയും സച്ചുവേട്ടൻ്റെയും കല്യാണത്തിൻ്റെ പിന്നിൽ നിന്നും താലി കെട്ടുന്നതിനുള്ള അവകാശം എനിക്കാണെന്ന് എപ്പോഴും പറയുമായിരുന്നു. ആങ്ങളമാരുടെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ വിലസുന്നത് പെങ്ങന്മാരും അളിയനുമായിരിക്കുമെന്ന് എപ്പോഴും വീമ്പ് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ആ സദസ്സിന് പോലും ചേർന്നവളല്ല. അതവളെ വല്ലാതെ നോവിച്ചു. ഡി പെണ്ണേ, നീ എന്താ ആലോചിക്കുന്നേ? രമ്യ ചിന്തയിലായിരുന്ന ദേവിയെ തട്ടി വിളിച്ചു. പിന്നെ വിവാഹമായി ഇങ്ങനെ ആലോചിക്കാതെ എൻ്റെ ഒപ്പം നിന്നോളണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നോട് നാത്തൂമ്പോര് കാണിക്കുമേ. അവളിത് കുഞ്ചിന് സമ്മാനിച്ചു. മുമ്പായിരുന്നെങ്കിൽ ഞാൻ നിന്റെ ഒപ്പം തന്നെ കാണുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെട്ട സ്ത്രീയാണ്. എൻ്റെ സിദ്ധുവേട്ടനും സച്ചുവേട്ടനും അപ്പച്ചിയും ഒന്നും ഒരിക്കലും അങ്ങനെ പറയില്ല. പക്ഷെ അവർ മാത്രമല്ലല്ലോ രമ്യയെ. എല്ലാവരുടെയും കണ്ണിൽ ഞാൻ ദുശകുലമായിരിക്കും. അവൾ ഏങ്ങി കരഞ്ഞു. ദേവി. പുറത്ത് കാർ വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടതും രമ്യ പുറത്തേക്കിറങ്ങി. ആഹാ, ഇന്നാരാ മാധുമോളുടെ ഒപ്പം വന്നിരിക്കുന്നത്? ജെക്കയുടെ കൈപിടിച്ച് മാധു പുറത്തേക്കിറങ്ങി. രമ്യ അവളെ എടുത്തു. ജെക്കെ ബാഗ് രമ്യയെ ഏൽപ്പിച്ചു കാറിൽ കയറിപ്പോയി. അമ്മ അമ്മ, മാധുമോൾ അകത്തേക്ക് കൈനീട്ടി പറഞ്ഞു. അവളും രമ്യ അവളെ കൊണ്ട് ദേവിയുടെ അടുത്തേക്ക് ചെന്നു. ദേവിയെ കണ്ടപാടെ തന്നെ കുഞ്ഞി പെണ്ണ് അവളുടെ നേർക്ക് ചാടി. അതുവരെ അവളിൽ മൂടിക്കെട്ടി നിന്ന് സങ്കടം വിട്ടുമാറി സന്തോഷം നിറയുന്നത് അവൾ അറിഞ്ഞു. കൈ എത്തിച്ച് കുഞ്ഞിനെ വാങ്ങി മാറോട് ചേർത്തു ദേവി. കുഞ്ഞി മാധു അവളുടെ കവിളിൽ ചുണ്ട് ചേർത്തു. പിന്നെ അവരുടെ ലോകമായിരുന്നു. അവളുടെ പിന്നാലെ നടന്നു. എന്തിനും ഏതിനും ദേവി വേണം. ഉച്ചയ്ക്ക് കൊണ്ടുവന്ന സെർലാക്ക് എടുത്ത് വെള്ളം തിളപ്പിച്ച് ചേർത്ത് തണുപ്പിച്ച് അവളുടെ അടുത്തേക്ക് വരുമ്പോൾ കുഞ്ഞ് കഴിക്കുന്നില്ല. കൂടാതെ കൊടുക്കുന്ന ഭക്ഷണം അത്രയും കഴിക്കുന്നവളാണ്. ഇന്ന് എന്തുകൊണ്ടോ അവൾ ഭക്ഷണത്തോട് വല്ലാത്ത വെറുപ്പ് കാട്ടി. ഭക്ഷണം കഴിക്കുന്നുമില്ല. എപ്പോഴും നിർബന്ധ കരച്ചിലും. ദേവി കുഞ്ഞിനെ എടുത്ത് തോളിലിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും പുറത്തേക്കിറങ്ങി കാക്കയെയും പൂച്ചയെയും കാണിച്ചു കൊടുക്കാനും തുടങ്ങി. പക്ഷെ അതൊന്നും കൊണ്ട് കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ കഴിഞ്ഞില്ല. ദേവിക്ക് ആകെ പരിഭ്രമമായി. മാധുമോള് കരയുന്നത് കാണുമ്പോൾ അവൾക്കും വല്ലാത്ത വേദന. കരയാനും തോന്നുന്നു. കുഞ്ഞിന് എന്തോ അസ്വസ്ഥതയുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നീ എന്തായാലും കുട്ടിയുടെ പാരൻസിനെ വിളിച്ച് വിവരം അറിയിക്കുക. രമ്യ ഉടനെ തന്നെ മൊബൈൽ എടുത്ത് ജെക്കെയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. 2-3 തവണ മൊബൈൽ റിങ് ചെയ്തെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞിൻ്റെ കരച്ചിലാണെങ്കിൽ ഏറി വന്നുകൊണ്ടിരിക്കുന്നു. കരഞ്ഞു കരഞ്ഞ് അവളൊരു വഴിയായി. തളർന്നു പോയി ഈ പാവം. ഇനിയും കാത്തു നിന്നിട്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല ദേവി. നമുക്ക് 2 പേർക്കും കൂടി മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഉടനെ തന്നെ അടുത്തുള്ള ഓട്ടോ വിളിച്ച് അവർ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അതിനു മുമ്പേ തന്നെ ബാക്കി കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഒരു ടീച്ചറിനെയും ആയെയും ഏൽപ്പിക്കാനും മറന്നില്ല. ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ കുഞ്ഞിനെ ദേവി മാറോടിളക്കി പിടിച്ചിരുന്നു. ഹോസ്പിറ്റലിലെത്തി കുഞ്ഞിനെയും കൊണ്ട് നേരെ കാഷ്വാലിറ്റിയിൽ. ഡോക്ടർ കുഞ്ഞിനെ വിശദമായി തന്നെ പരിശോധിച്ചു. എത്ര നേരമായി മോളിങ്ങനെ നിർത്താതെയുള്ള കരച്ചിൽ തുടങ്ങിയിട്ട്? 1 അരമണിക്കൂറായി കാണും ഡോക്ടർ. രമ്യ മറുപടി പറഞ്ഞു. ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കുന്നതുമില്ല. ഒരേ കരച്ചിൽ. ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുഞ്ഞിന് 105 ഡിഗ്രി പനി. പനി കുറയുന്നതിനായി ഇഞ്ചക്ഷൻ എടുക്കാം. ടവൽ നനച്ച് കുഞ്ഞിൻ്റെ പുറം തുടച്ചുകൊണ്ടിരിക്കണം. നല്ല ക്ഷീണമുള്ളത് കൊണ്ട് ട്രിപ്പ് ഇടണം. മറ്റ് ഫുഡൊന്നും കൊടുക്കേണ്ട. ബ്രസ്റ്റ് ഫീഡിങ് മാത്രം മതി. ഡോക്ടറുടെ അടുത്ത് നിന്ന് നേഴ്സ് വിളിച്ച് കുഞ്ഞിനെ ഇഞ്ചക്ഷൻ എടുക്കുന്നതിനും ട്രിപ്പ് ഇടുന്നതിനും ഏർപ്പാടുകളൊക്കെ ചെയ്തു. ഇഞ്ചക്ഷൻ എടുക്കുന്ന നേരം കുഞ്ഞ് ദേവിയെ അള്ളിപ്പിടിച്ച് നിലവിളിച്ചു. ദേവിക്ക് നെഞ്ചു പൊടിയുന്നത് പോലെ തോന്നി. ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ വേദന കാരണം അവൾ നിലവിളിച്ച് അവശയായിരുന്നു. ഫീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ട്രിപ്പിടാം. നഴ്സ് അത് പറയുമ്പോൾ ദേവിയും രമ്യയും മുഖത്തോട് മുഖം നോക്കി. അപ്പുറത്തുള്ള റൂം ഫീഡിങ് ചെയ്യാൻ യൂസ് ചെയ്യാം. നഴ്സ് അവരെ അവിടേക്ക് പറഞ്ഞു വിട്ടു. മാധുമോളാണെങ്കിൽ നിർത്താതെ കരച്ചിൽ. രമ്യ, മോൾക്ക് വിശക്കുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, പുറത്തുനിന്ന് 1 ഗ്ലാസ് പാല് വാങ്ങി വാ, നമുക്കത് കൊടുക്കാം കുഞ്ഞിന്. രമ്യ വേഗം തന്നെ പേഴ്സുമായി പുറത്തേക്ക് പോയി ക്യാൻറ്റീനിൽ നിന്നും 1 ഗ്ലാസ് പാലും വാങ്ങി തിരികെ വന്നു. അതിനെ ചെറുതായി തണുപ്പിച്ച് വല്ല വിധേനയും 1-2 സ്പൂൺ കുഞ്ഞിന് കൊടുത്തു. അവൾ ആർത്തിയോടെ പാൽ കുടിക്കാൻ തുടങ്ങി. എന്നാൽ അതേ വേഗത്തിൽ തന്നെ അതിനെ തിരികെ ഛർദ്ദിക്കുകയും ചെയ്തു. കുഞ്ഞ് ഛർദ്ദിക്കുന്നത് കണ്ടപ്പോൾ രമ്യയും ദേവിയും ആകെ പേടിച്ചു. അത്യാവശ്യം മീറ്റിങ്ങിലായിരുന്നത് കൊണ്ടാണ് മൊബൈൽ സൈലന്റ് ആക്കി ഇട്ടിരുന്നത്. മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരുപാട് മിസ് കോൾ കണ്ടത്. തിരികെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഒടുവിൽ വീണ്ടും വിളിച്ചപ്പോഴാണ് നഴ്സറിയിൽ നിന്നാണെന്ന് മനസ്സിലായത്. ഞാൻ മാധവിയുടെ അച്ഛനാണ്. എന്നെ ഈ മൊബൈലിൽ നിന്നും കുറേ നേരത്തെ വിളിച്ചിരുന്നു.
മാഡമാണ് സാറിനെ വിളിച്ചത്. മാധുമോൾക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. അത് പറയാനാണ് വിളിച്ചത്. ഏത് ഹോസ്പിറ്റലിലാണ് എന്നറിയാമോ? ഞങ്ങൾ മാഡത്തിൻ്റെ നമ്പർ തരാം സാർ, അതിലോട്ട് വിളിച്ച് അന്വേഷിച്ചാൽ മതി. ആയ പറഞ്ഞു കൊടുത്ത നമ്പർ സേവ് ചെയ്ത് ജയകൃഷ്ണൻ രമ്യയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു. കോൾ വരുമ്പോൾ രമ്യ ഡോക്ടറുടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഹലോ സാർ, ഞാനാണ് വിളിച്ചിരുന്നത്. മോൾക്ക് സുഖമില്ല. ഹോസ്പിറ്റലിൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു കൊടുത്തു. ഞാൻ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയുണ്ട്, ഒരു 5 മിനിറ്റ്, അതിനകം ഞാൻ എത്തും പറഞ്ഞുകൊണ്ട് ജയൻ ഫോൺ കട്ടാക്കി. മോൾക്ക് സുഖമില്ല എന്ന് കേട്ടപ്പോൾ മുതൽ അവൻ ആകെ പരിഭ്രമമായി. വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് അമ്മയെയും കൂടി ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞു. ബ്രസ്റ്റ് ഫീഡിങ് നടത്താൻ പറഞ്ഞപ്പോൾ നിങ്ങളോട് ആര് പറഞ്ഞു പുറത്തുനിന്ന് അതിന് പാല് വാങ്ങി കൊടുക്കാൻ? അതുകൊണ്ടല്ലേ ആ കുഞ്ഞ് ഛർദ്ദിച്ച് അവശയായത്? നിങ്ങളുടെയൊക്കെ സൗന്ദര്യം പോകുമെന്ന് കരുതിയാണോ കുഞ്ഞിന് പാല് കൊടുക്കാൻ മടിക്കുന്നത്? കുഞ്ഞിന് അമ്മയുടെ പാൽ കുടിക്കുന്നതാണ് ഏറ്റവും ആരോഗ്യം. അത് എത്ര നാൾ കൊടുക്കുന്നു അത്രയും നല്ലത്. അങ്ങനെ സൗന്ദര്യ സംരക്ഷണം കൂടിയ ആൾക്കാരാണെങ്കിൽ എന്തിനാ പ്രസവിക്കാൻ പോയത്? ഓരോന്ന് രാവിലെ കയറി വന്നോളും മനുഷ്യനെ മെനക്കെടുത്താൻ. ദേവിയും രമ്യയും ഡോക്ടർ പറയുന്നത് കേട്ട് എന്ത് പറയണമെന്നറിയാതെ മുഖത്തോട് മുഖം നോക്കി. ആ കുട്ടിക്ക് പനി കൂടുതലാണ്. ഇപ്പോൾ അതിൻ്റെ ബോഡി വല്ലാതെ വീക്കുമാണ്. ഈ അവസ്ഥയിൽ ട്രിപ്പിടാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞ് ട്രിപ്പിടാമെന്ന്. പൊട്ടിയൊഴുകുന്ന കണ്ണുകളെ ദേവിക്ക് തുടയ്ക്കാൻ പോലും കഴിഞ്ഞില്ല. അവൾ കുഞ്ഞിനെയും അമർത്തി പിടിച്ചുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. നഴ്സ് നേരത്തെ കാണിച്ചു കൊടുത്ത ആ റൂമിനുള്ളിൽ മാധുവിനെയും കൊണ്ട് കയറി. അവിടെ ഇട്ടിരിക്കുന്ന കസേരയിലിരുന്ന് കുഞ്ഞിനെ മടിയിൽ ചേർത്ത് വെച്ചു. നിസ്സഹായതയോടെ രമ്യയുടെയും മുഖത്തേക്ക് നോക്കി. ബ്ലൗസിൻ്റെ ഹുക്കഴിച്ച് കുഞ്ഞിൻ്റെ വായിലേക്ക് മുല ചേർത്ത് വെച്ചു. കുഞ്ഞിപ്പെണ്ണ് ആദ്യം മുഖം വെട്ടിച്ചു, പിന്നെ വലിച്ചു കുടിക്കാൻ തുടങ്ങി. പക്ഷെ നിരാശയോടെ മുഖം മാറിലമർത്തി വീണ്ടും വീണ്ടും അവൾ മാറിൽ ചപ്പിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ഒരു തുള്ളിപ്പാൽ അവളുടെ ചുണ്ടിനെ നനച്ചു. ആർത്തിയോടെ അവൾ വീണ്ടും ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ദേവിയുടെ കൈ അവളുടെ തുടയിൽ താളം പിടിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിന് പാൽ കിട്ടി തുടങ്ങിയത്. കാഷ്വാലിറ്റിയിലേക്ക് ജയൻ ഓടുകയായിരുന്നു. അവനും അമ്മയും ഏകദേശം ഒരുമിച്ചാണ് എത്തിയത്. ഡോർ തുറന്നകത്തേക്ക് കയറി വരുന്ന ആളെ ഡോക്ടർ മുഖം ഉയർത്തി നോക്കി. യെസ് ഡോക്ടർ, ഇപ്പോൾ 1 വയസ്സുള്ള കുഞ്ഞിന് പനിയായി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളാണോ കുട്ടിയുടെ അച്ഛൻ? ഒന്നാമതേ ആ കൊച്ചിന് ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഒരേ കരച്ചിലും, ബോഡി വീക്കാണ്. അതുകൊണ്ട് തന്നെയാണ് പനി കുറയാനുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. ഫീഡിങ് കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ ട്രിപ്പിടാമെന്ന് കരുതി. നിങ്ങളുടെ ഭാര്യയാണ് കൊള്ളാമല്ലോ, ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ മടിച്ച് ആ കുഞ്ഞിന് പുറത്തുനിന്ന് പാൽ വാങ്ങി കൊടുത്തിരിക്കുന്നു. പനിച്ച് കുറച്ചിരിക്കുന്ന കുഞ്ഞിന് ഛർദിയും കൂടിയായി. ഇപ്പോൾ ഫീഡിംഗ് റൂമിലുണ്ട്. ജയനും അമ്മയും മുഖത്തോട് മുഖം നോക്കി ഡോക്ടറുടെ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഫീഡിംഗ് റൂമിനടുത്തേക്ക് നടന്നു. അകത്ത് നിന്ന് മനക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തള്ളി തുറന്നു. അപ്പോൾ കണ്ട കാഴ്ചയിൽ ജയന്റെ കണ്ണുകൾ തറഞ്ഞു നിന്ന് പോയി. അകത്ത് കണ്ട കാഴ്ചയിൽ അവന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. പുറംതിരിഞ്ഞിരുന്ന തന്റെ കുഞ്ഞിനെ മുടിയൂട്ടുന്ന സ്ത്രീ, ആ കാഴ്ച അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ജനിച്ചിട്ട് ഇതുവരെ അമ്മിഞ്ഞപ്പാൽ നോർന്നിട്ടില്ലാത്ത തന്റെ കുഞ്ഞിനെ മറ്റൊരു സ്ത്രീ ആദ്യമായി അത് നൽകുന്നു. തന്റെ ചിത്രയ്ക്ക് കഴിയാതെ പോയ കാര്യം മറ്റൊരുവൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ജയകൃഷ്ണന്റെ സർവ്വ നിയന്ത്രണവും വിട്ടു. സ്റ്റോപ്പ് ഇറ്റ്. അപ്പോഴാണ് രമ്യയും ഡോർ തുറന്ന് അകത്തേക്ക് നോക്കുന്ന ജയകൃഷ്ണനെ കാണുന്നത്. ഞെട്ടിപ്പോയിരുന്നു രണ്ടുപേരും. പാല് കുടിച്ച് മയങ്ങുകയായിരുന്ന മാധുമോൾ അലർച്ചയിൽ ഞെട്ടി ഉണർന്ന് വലിയ വായു കരയാൻ തുടങ്ങി. ദേവി പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ അടർത്തി മാറ്റി ബ്ലൗസിന്റെ ഹുക്ക് വലിച്ച് കുഞ്ഞിനെ മാറോട് ചേർത്ത് തിരിഞ്ഞു നിന്നു. തന്റെ മുന്നിൽ മാധുമോളെയും നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ദേവിയെ കണ്ടപ്പോൾ ജയകൃഷ്ണൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. എന്താ പോയത്? ജയകൃഷ്ണന്റെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖത്തേക്കായിരുന്നു. അവൾ പേടിയോടെ രമ്യയുടെ പിന്നിലേക്ക് മറഞ്ഞു നിന്നു. സർ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. കുഞ്ഞിനെ മറ്റൊരു ഫുഡും കൊടുക്കരുതെന്നും ബ്രസ്റ്റ് ഫീഡിങ് തന്നെ ചെയ്യണമെന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾ പുറത്തുനിന്ന് പാല് വാങ്ങി കൊടുത്തതാണ്. പക്ഷേ മോൾ പാൽ വാങ്ങി കൊടുത്തതും അത് മുഴുവനും ഛർദ്ദിച്ചു. വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. സോറി സാർ. ദേവിയുടെ ചിന്ത മുഴുവനും അപ്പോൾ ഹരി പറഞ്ഞ കാര്യത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ മാധുമോള് ജയേട്ടൻ്റെ മോളാണോ? മോളുടെ അമ്മ പ്രസവത്തോടെ മരിച്ചതല്ലേ? അവൾ കുഞ്ഞിനെ ഒന്നുകൂടി മാറോടി ചേർത്തു. ജയ, ഇത് ഹോസ്പിറ്റലിലാണ്. നീ അല്പം ശബ്ദം താഴ്ത്തി സംസാരിക്ക്. അവർ വേഗം ജയനെ തള്ളിമാറ്റി റൂമിനുള്ളിലേക്ക് കയറുമ്പോൾ അവിടെ നിൽക്കുന്നു അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട ആ പെൺകുട്ടി. അവർ വേഗം ദേവിയുടെ കയ്യിൽ നിന്നും മോളെ എടുത്തു. എന്നാൽ അവൾ അവരുടെ കയ്യിൽ പോകാൻ മടിച്ച് ദേവിയുടെ തോളിൽ അള്ളിപ്പിടിച്ചു. ഇപ്പോൾ കുറവുണ്ടമ്മേ, കൊണ്ടുവന്നപ്പോൾ നല്ല പനിയായിരുന്നു. രമ്യയാണ് സംസാരിച്ചത്. ഈ മോളെ തന്നെയാണ് ഞങ്ങൾ അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടത്. ഇതിവിടുത്തെ പുതിയ ടീച്ചറാണല്ലേ? അതെ, കുറച്ച് ദിവസമായേ ഉള്ളൂ അവൾ വന്നിട്ട്. പക്ഷേ മാധുമോൾ വലിയ കൂട്ടാണ് അവളുമായി. എൻ്റെ മോൻ ദേഷ്യപ്പെട്ടതോർത്ത് മോള് സങ്കടപ്പെടരുത്. എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് ഇതുവരെ അമ്മിഞ്ഞപ്പാലിൻ്റെ രുചി അറിഞ്ഞിട്ടില്ല. മോൾക്ക് തോന്നിയല്ലോ എൻ്റെ കുഞ്ഞിനായി പാൽ പകുത്തു കൊടുക്കാൻ. നിറഞ്ഞ കണ്ണുകളെ ഒഴുകാൻ വിട്ട് ദേവി ഉറങ്ങുന്ന മോളുടെ മുഖത്ത് ചുംബിച്ചു. കയ്യിലിരുന്ന തുണിയിൽ അവളെ നന്നായി പൊതിഞ്ഞ് അമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ജയകൃഷ്ണനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോയി. രമ്യയും ദേവിക്ക് പിന്നാലെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. കയ്യിലിരുന്ന OP ടിക്കറ്റും മറ്റും ജയകൃഷ്ണൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവൾ ചെയ്തതൊരു കുറ്റമാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല സാർ. സാറിൻ്റെ കുഞ്ഞ് വിശന്ന് കരഞ്ഞപ്പോൾ അവൾ അമ്മയായതുകൊണ്ട് അതിനെ മുലയൂട്ടി. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുന്നു. പോട്ടെ സാർ.
മഹേശ്വരി അമ്മ എല്ലാം കേട്ടുകൊണ്ട് ജയൻ്റെ പിന്നാലെ നിന്നു. മോനെ ജയ, അന്ന് നീ എന്നോട് ചോദിച്ചില്ലേ മോൾ ആരെയാണ് അമ്മ എന്ന് വിളിക്കുന്നതെന്ന്? അതാ കൊച്ചിനെയാണ്. അന്ന് അമ്പലത്തിൽ വെച്ചാണ് ഞാനും ആദ്യമായി കാണുന്നത്. നല്ല കുട്ടി, പക്ഷെ എന്തോ സങ്കടം അതിൻ്റെ ഉള്ളിലുണ്ട്. അതാ മുഖം കണ്ടാൽ അറിയാം. അപ്പോഴേക്കും സിസ്റ്റർ അവിടേക്ക് വന്നു. കുഞ്ഞിന് പനി കുറഞ്ഞെങ്കിൽ ഡോക്ടറിനെ കൊണ്ട് കാണിച്ച് ട്രിപ്പിടാം. ഇമ്മയും ചേർന്ന് കുഞ്ഞുമായി OPയിൽ ചെന്നു. ജയൻ മോളുമായി സീറ്റിലിരുന്നു. ആഹാ, അമ്മ മാറി ഇപ്പോൾ അച്ഛനാണോ മോളുമായി വന്നിരിക്കുന്നത്? ഡോക്ടർ കുഞ്ഞിനെ പരിശോധിച്ചു. ഇപ്പോൾ പനി വിട്ടിട്ടുണ്ട്. ഫീഡ് ചെയ്തതുകൊണ്ട് വയർ ഫുള്ളാണ്. അതുകൊണ്ട് ട്രിപ്പ് ഇടേണ്ടി വരില്ല. ക്ഷീണം മാറിക്കോളും. പിന്നെ 2-3 ദിവസത്തേക്ക് മറ്റൊരു ഫുഡും കൊടുക്കണ്ട. ഫീഡിങ് മാത്രം മതി. വൈഫിനോട് ഞാൻ കുറച്ച് ഹാർഷായി പെരുമാറി. അത് മറ്റൊന്നും കൊണ്ടല്ല. ഈ പ്രായം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അവർക്കത് പറയാനറിയില്ല. പിന്നെ ഫീഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പുറത്തുനിന്ന് പാൽ വാങ്ങി കൊടുത്തു. അതും കൂടി ആയപ്പോൾ കുഞ്ഞു വോമിറ്റ് ചെയ്തു. അതാണ് ഞാൻ. സോറി. ഇറ്റ്സ് ഓക്കെ ഡോക്ടർ. 5 ദിവസത്തെ മെഡിസിൻ എഴുതിയിട്ടുണ്ട്. അത് കൊടുത്തതിന് ശേഷം കൊണ്ടുവന്ന് കാണിക്കണം. കാറിലിരിക്കുമ്പോൾ മുഴുവനും ജയകൃഷ്ണൻ്റെ മനസ്സ് നിറയെ കൺമുന്നിൽ കണ്ട കാഴ്ചയായിരുന്നു. ദേവിയെ ഒരിക്കൽ പോലും അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. കുട്ടാ, നീ എന്തിനാടാ ആ കൊച്ചിനെ വെറുതെ വഴക്ക് പറഞ്ഞത്? അതിനെ കണ്ടാലേ അറിയില്ലേ ആ കൊച്ചു പാവമാണെന്ന്. അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്കതിനെ ഒരുപാട് ഇഷ്ടമായി. പക്ഷെ അന്ന് കൂടുതലൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ പൊന്നുമോൾക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കാൻ ആ കൊച്ചിന് മനസ്സ് വന്നല്ലോ. മഹേശ്വരി അമ്മയുടെ കണ്ണ് നിറഞ്ഞു തൂവി. ആ കൊച്ചിനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വണ്ടി സഡൻ ബ്രേക്കിട്ട് നിന്നു. തുടരും രുദ്രാനുദ്രപ്രിയ.